ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനോർഗാനിക് ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളത്. നമുക്കറിയാം സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ CBSE ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും CBSE ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ആ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്താണ്? നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ടാക്കുന്ന കോംപ്ലക്സസിനെയാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്തൊക്കെയാണ്, അവയുടെ ബോണ്ടിങ് എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ തിയറീസ് ഉപയോഗിച്ച് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പലതരം കോമ്പൗണ്ടുകളെ കുറിച്ച് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ +1 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ടുകളുടെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ അവിടെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ കുറിച്ച്, അതായത് പ്രധാനമായിട്ടും കോവാലൻ കോമ്പൗണ്ടുകളെ കുറിച്ചും അയോണിക് കോമ്പൗണ്ടുകളെ കുറിച്ചും പഠിച്ചു. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടിനെ കുറിച്ച് പഠിക്കുകയാണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ബാക്കിയുള്ള കോമ്പൗണ്ടുകളും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കോവാലൻ കോമ്പൗണ്ടുകളും അയോണിക് കോമ്പൗണ്ടുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു ആറ്റവും അതുപോലെ B എന്ന് പറയുന്ന ഒരു ആറ്റവും തമ്മിൽ സേ ദർ എക്സിസ്റ്റ് എ കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ എയും ബിയും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺ ഫ്രം A ആൻഡ് B. എയും ബിയും തമ്മിൽ ഈക്വൽ ആയിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോവാലന്റ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾ അയോണിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അയോണിക് ബോണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2 അയോൺസ് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഇൻ എ മോളിക്യൂൾ എന്നുള്ളതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുക. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു ആറ്റം ഒരു അയോൺ ആണെന്ന് വിചാരിക്കുക. അയോൺ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ Aക്ക് എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ B എന്ന് പറയുന്ന ഒരു ആറ്റം ഫോർ എക്സാമ്പിൾ മറ്റൊരു അയോൺ ആണ്, ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് അയോൺ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാറ്റയോണും അതുപോലെ തന്നെ ഒരു ആനയോണും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ, ബിക്കോസ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു വയ്ക്കുക. ഇത് രണ്ടും ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന ബോണ്ടിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു തരം കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോർഡിനേഷൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. സോ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളും ബാക്കിയുള്ള തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയും M എന്ന് പറയുന്ന ഒരു മെറ്റലാണ് ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുക. സോ M എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഒരു ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും, അതായത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. സോ ഈ മെറ്റലും നമ്മൾ പറയും ഒരു ലിഗാൻഡും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ കോർഡിനേഷൻ ബോണ്ട് എന്ന് പറഞ്ഞു വെക്കുക. സോ വാട്ട് യു മീൻ ബൈ എ ലിഗാൻഡ് എന്ന് ചോദിച്ചാൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ, അതായത് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പീഷ്യസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ലിഗാൻഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു ലിഗാൻഡും അതുപോലെ തന്നെ ഒരു മെറ്റലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കാണാൻ പറ്റുക. അവിടെ നമ്മൾ പറയും ഈ 2 ഇലക്ട്രോൺസിനെയും അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ, ഈ ബോണ്ടിന് വേണ്ടി വരുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൊണേറ്റ് ചെയ്യുക ആരാണ്? ഈ പറയുന്ന ലിഗാൻഡ് ആണെന്ന് പറയും. അപ്പോൾ ഈ ലിഗാൻഡ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡോണർ ആയിട്ടാണ്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആയിട്ടാണ്. മെറ്റൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക ഈ പറഞ്ഞൊരു അക്സെപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഒരു ലിഗാൻഡ് മെറ്റൽ ബോണ്ട് അല്ലെങ്കിൽ ഒരു ഡോണർ അക്സെപ്റ്റർ ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന എല്ലാ കോമ്പൗണ്ടുകളും എന്തുണ്ടാവും? ഒരു മെറ്റൽ ആറ്റം ഉണ്ടാവും,
ഒരു ലിഗാൻഡ് ഉണ്ടാവും. എന്താ ലിഗാൻഡിന്റെ പ്രത്യേകത? ലിഗാൻഡിന് ഈ പറയുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ, അതായത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഏതൊരു സ്പീഷീസിനെയും എന്ത് വിളിക്കാം? നമുക്ക് ലിഗാൻഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിക്കുക. ഇനി അടുത്തൊരു ചോദ്യം, നമ്മൾ ഒരു മെറ്റലും ലിഗാൻഡുമുള്ള എല്ലാ കോമ്പൗണ്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണോ? സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിൽ നമ്മൾ സാധാരണ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ മെറ്റലും ലിഗാൻഡും ഉണ്ട് എങ്കിൽ പോലും കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അവയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോ എന്താണ് ഈ ഡബിൾ സോൾട്ടും അതുപോലെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു ഡബിൾ സോൾട്ടിലും എന്തുണ്ട്? ഒരു മെറ്റൽ ഉണ്ട്, ഒരു ലിഗാൻഡ് ഉണ്ട്, അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ള ഒരു സ്പീഷ്യസും ഉണ്ട്. സേ ഡബിൾ സോൾട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് കാർണലൈറ്റ്. അതൊരു ഓർ ആണ്, അതായത് പൊട്ടാസ്യത്തിന്റെയും അതുപോലെ മഗ്നീഷ്യത്തിന്റെയും കൂടിയുള്ള ഒരു മിക്സ്ഡ് ഓർ ആണ് നമ്മൾ കാർണലൈറ്റ് എന്ന് പറഞ്ഞു വെക്കുക. ക്ലോറൈഡ് ആണ്, മഗ്നീഷ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ക്ലോറൈഡിനെയാണ് നമ്മൾ കാർണലൈറ്റ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ മോർ സോൾട്ട് മറ്റൊരു ഡബിൾ സോൾട്ട് ആണ്, നമ്മൾ പറയും FeSO4 NH4 twice SO4, അതായത് അയൺ എക്സിസ്റ്റ് ചെയ്യുന്ന Fe2+ സ്റ്റേറ്റിൽ അയൺ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഡബിൾ സോൾട്ട് ആണ് ഈ പറഞ്ഞതുപോലെ മോർ സോൾട്ട് എന്ന് പറഞ്ഞു വെക്കുക. ഇവയെ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കാറില്ല. കാരണം എന്താണ് ഈ ഡബിൾ സോൾട്ടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഡബിൾ സോൾട്ടിനെ നമ്മൾ സൊല്യൂഷൻ ഫേസിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കും. അതായത് സൊല്യൂഷൻ ഫേസ് മീൻസ് നമ്മളൊരു വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ ഈ ഡബിൾ സോൾട്ടിൽ നിന്ന് എല്ലാ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസും അവിടെ ഡിസോസിയേറ്റ് ചെയ്ത് സൊല്യൂഷൻ ഫേസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും. സോ ഡിസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും K+ അയോൺസ് ഉണ്ടാവും, കാരണം K+ അയോൺസ് ഇതിലുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ Cl- അയോൺസ് പുറത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സിൻസ് ഇതിൽ മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് Mg2+ അയോൺസ് പുറത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 അയോൺസും, അതായത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ടുള്ള എല്ലാ അയോൺസും എന്ത് ചെയ്യും? സൊല്യൂഷൻ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ് ഉപയോഗിച്ച് K+നെയോ അല്ലെങ്കിൽ Cl- അല്ലെങ്കിൽ Mg2+നെയോ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാറ്റാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അങ്ങനെ എല്ലാ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസും ആസ് സച്ച് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്നു എങ്കിൽ, സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ, അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, സിമിലർലി ഇപ്പൊ നിങ്ങൾ മോർ സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ അയൺ എക്സിസ്റ്റ് ചെയ്യുക Fe2+ എന്നൊരു സ്റ്റേറ്റിലാണ്. സോ അയൺ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ആ സൊല്യൂഷൻ ഫേസിൽ Fe2+ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇവിടെ NH4+ അമോണിയം അയോണും ഈ പറഞ്ഞതുപോലെ സൊല്യൂഷൻ ഫേസിൽ ആസ് സച്ച് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ ഇവിടെ സൾഫേറ്റ് അയോൺ ഉണ്ട്, SO4 അയോൺസും എന്ത് ചെയ്യും? സൊല്യൂഷൻ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റിയേജന്റുകൾ ഉപയോഗിച്ച് ഈ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസിനെ എന്ത് ചെയ്യാം? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ സൊല്യൂഷൻ ഫേസ് ഈ പറയുന്ന ഡബിൾ സോൾട്ടുകൾ അതിന്റെ ഒരു ഐഡന്റിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോളിഡ് ഫേസിൽ നമുക്ക് അതിന്റെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ സൊല്യൂഷൻ ഫേസിൽ എന്ത് ചെയ്യുന്നില്ല? ഇവയുടെ ഐഡന്റിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു വെക്കുക. ഇനി അതിൽ നിന്ന് എന്താണ് ഈ പറയുന്ന കോംപ്ലക്സ് സോൾട്ടുകൾക്ക് അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ പ്രത്യേകത എന്താണ്, അവയുടെ ഒരു വേരിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് K4FeCN6 എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടാസ്യം ഫെറോസൈനൈഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോംപ്ലക്സാ. സോ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിനെ നിങ്ങൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോ K4FeCN6 എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കുറച്ച് സ്പീഷ്യസുകളെ കാണിച്ചിട്ടുണ്ട്. അതായത് അയണും അതുപോലെ CN എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിലാണ്. സോ ഇതിന് നമ്മൾ വിളിക്കുക വി കോൾ ഇറ്റ് ആസ് വാട്ട്? കോർഡിനേഷൻ സ്ഫിയർ എന്നാണ് വിളിക്കുക. ഇതിന് നമ്മൾ വിളിക്കുക അയോണൈസേഷൻ സ്ഫിയർ എന്നാണ്. ഇവിടെ സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ അയോണൈസേഷൻ സ്ഫിയറിലുള്ള അയോൺസ് മാത്രമാണ് എന്ത് ചെയ്യുക? സൊല്യൂഷനിൽ
ആസ് ആൻ അയോൺ എക്സിസ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ 4 K+ അയോൺസ് ഉണ്ട്. ഈ 4 K+ അയോൺസ് എവിടെ വരും? സൊല്യൂഷൻ ഫേസിലേക്ക് ആസ് ആൻ അയോൺ എക്സിസ്റ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന FeCN6 ടൈംസ് 4- എന്ന് പറയുന്നത് ആസ് സച്ച് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. സോ വിച്ച് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് എല്ലാം സൊല്യൂഷനിലേക്ക് വരുന്നില്ല. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഈ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ സൊല്യൂഷൻ ഫേസ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലും എന്തുണ്ട്? ആ കോർഡിനേഷൻ എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ചേഞ്ച് ഇല്ല. സോ ഇങ്ങനെ ഈ പറയുന്ന സൊല്യൂഷൻ ഫേസിലും അതുപോലെ തന്നെ സോളിഡ് ഫേസിലും കോർഡിനേഷൻ എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു വെക്കുക. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ കോംപ്ലക്സ് ആൻഡ് ഡബിൾ സോൾട്ട് എന്നുള്ളത്. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോവുക ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച്. നമ്മളിപ്പോൾ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട് ഡബിൾ സോൾട്ടുമായിട്ടുള്ള വേരിയേഷൻ എന്താന്ന് പറഞ്ഞു വെച്ചു. ഇനി ഈ പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന അവയുടെ ബോണ്ടിങ്ങുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുക. സോ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി പറഞ്ഞു വെക്കുക. ദാറ്റ് ഈസ് ആൽഫ്രഡ് വെർണർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നമ്മളിതിനെ വെർണർ തിയറി എന്ന് പറഞ്ഞു വെക്കും കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ കേസിൽ. സോ എന്താണ് ആൽഫ്രഡ് വെർണർ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ ദാ ഈ കാണുന്നത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇവിടെ CO ഉണ്ട്, Cl ഉണ്ട്, NO2 എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഉണ്ട്, അതുപോലെ NH3 എന്ന് പറയുന്ന ലിഗാൻഡുകൾ 4 ഉണ്ട്. സോ ദിസ് ഇസ് എ കോർഡിനേഷൻ കോംപ്ലക്സ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ദാറ്റ് ഈസ് K4FeCN6 ടൈംസ് എന്ന് പറയുന്നത് മറ്റൊരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അപ്പൊ എന്താ വെർണർ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ പറയും ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ there exist, അതായത് ഒരു മെറ്റലും ഒരു ലിഗാൻഡും ഉണ്ടാവും. ആ മെറ്റലിന് നമ്മൾ പറയും 2 തരം വാലൻസീസ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വെക്കും. അതായത് ഈ പറഞ്ഞ ഏതൊരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുത്താലും ആ കോർഡിനേഷൻ കോംപ്ലക്സ് കാണിക്കുക ആ മെറ്റലില് 2 തരം വാലൻസീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദോസ് വാലൻസീസ് വി ടേംഡ് ആസ് primary valency and secondary valency എന്ന് പറയും. This is the first postulate of Werner theory. That is, in coordination complexes, metal shows 2 types of linkages or valencies. One is primary valency and the other is what we call secondary valency. ഇനി എന്താണ് ഈ പ്രൈമറി വാലൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയോണൈസബിൾ വാലൻസി ആണ് എന്ന് പറഞ്ഞു വെക്കും. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ എഴുതിയ കോമ്പൗണ്ടിൽ K4FeCN6 ടൈംസ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 4 K+ അയോൺസിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 K+ അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന വാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് പ്രൈമറി വാലൻസി ഓഫ് ദ മെറ്റൽ, അതായത് ഇവിടുത്തെ അയൺ എന്ന് പറഞ്ഞു വെക്കുക. ഇനി വാട്ട് യു മീൻ ബൈ സെക്കൻഡറി വാലൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ പറയും നോൺ അയോണൈസബിൾ വാലൻസി ആണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, ആണ് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയോണൈസബിൾ വാലൻസീസ് ആണ്. സെക്കൻഡറി വാലൻസീസ് ആർ നത്തിങ് ബട്ട് നമ്മൾ പറയും ദേ ആർ വാട്ട് വി കോൾ നോൺ അയോണൈസബിൾ വാലൻസി ആണ് എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, ഇനി പ്രൈമറി വാലൻസി ഏതൊക്കെ സബ്സ്റ്റൻസുകളാണ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അയോൺസ് ആണ് നമ്മൾ പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോ K+ എന്ന് പറയുന്ന പോസിറ്റീവ് അയോൺ ആണ് നമ്മുടെ പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. സോ പ്രൈമറി വാലൻസ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ഓർ ഇറ്റ് മേ ബി എന്താണ് പോസിറ്റീവ് അയോൺസും എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാം. ഇനി സെക്കൻഡറി വാലൻസി ആരാണ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി വാലൻസി ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ എന്തായിരിക്കും സെക്കൻഡറി വാലൻസി? അതായത് FeCN6 ടൈംസ് 4- എന്നുള്ള രീതിയിലാണ് അടുത്തൊരു കൗണ്ടർ പാർട്ട് വരിക. അതായത് ഇതിൽ അയണുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന 6 Cn- ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നമ്മൾ പറയും ഒന്നെങ്കിൽ ന്യൂട്രൽ സ്പീഷ്യസുകളാവാം, ലിഗാൻഡുകളാണ്, ന്യൂട്രൽ സ്പീഷ്യസുകളാവാം, ഓർ ബൈ നെഗറ്റീവ് അയോൺസ് ആവാം. ഇപ്പൊ ഇവിടെ ഇപ്പോ Cn- എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അയോൺ ആണ്, സ്പീഷ്യസ് ആണ് എന്ത് ചെയ്തിരിക്കുക? ഈ പറഞ്ഞ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. സോ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ എയ്തർ ബൈ ന്യൂട്രൽ ലിഗാൻഡ് ഓർ ബൈ നമ്മൾ പറയും എന്താണ്? ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് അയോൺസ് ആണ് എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, ഇനി
പ്രൈമറി വാലൻസി നമുക്ക് എന്താണ് ആക്ച്വലി തരിക, അതായത് മെറ്റലിന്റെ പ്രൈമറി വാലൻസി എന്താണ് തരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ ആണ് പ്രൈമറി വാലൻസി നമുക്ക് തരുന്നത്. പ്രൈമറി വാലൻസിയിൽ നിന്നാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ, മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക പ്രൈമറി വാലൻസിയിൽ നിന്നാണ്. സെക്കൻഡറി വാലൻസിയിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മെറ്റലിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ ജോമെട്രിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക ആരാണ്? സെക്കൻഡറി വാലൻസിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി വാലൻസി ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ, അതായത് മെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകളെയാണ് നമ്മൾ സെക്കൻഡറി വാലൻസി എന്ന് പറയുക. സോ അതാണ് ഈ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞു തരിക? ആ മെറ്റലിന്റെ കോർഡിനേഷൻ നമ്പറിനെ കുറിച്ച് പറഞ്ഞു തരിക. പ്രൈമറി വാലൻസി നമുക്ക് പറഞ്ഞു തരിക ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെറ്റലിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി വാലൻസി നമുക്കറിയാം മെറ്റലിലേക്ക് ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി വാലൻസി ഉണ്ടാവുക. അങ്ങനെ മെറ്റലിലേക്ക് ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് ഒരു പ്രത്യേക ഓറിയന്റേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ കോംപ്ലക്സിൽ Fe എന്ന് പറയുന്ന മെറ്റലിലേക്ക് Cn മൈനസ് ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്തിരിക്കുക ഒരു ഒക്ടാഹിഡ്രൽ അറേഞ്ച്മെന്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe എന്ന് പറയുന്ന ഈ മെറ്റലുമായിട്ട് ഒരു ഒക്ടാഹിഡ്രലി ആയിരിക്കും എന്നുണ്ടാവുക ഈ 6 Cn ഗ്രൂപ്പുകൾ അലൈൻ ചെയ്തിരിക്കുക. നമുക്ക് പറയാം ഈ പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ജോമെട്രി പറഞ്ഞു വെക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ സെക്കൻഡറി വാലൻസി ആണ് എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് പറയുക? വി കോൾ ഇറ്റ് ആസ് വെർണർ തിയറി എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ? ഇനി ഇതൊന്നുകൂടി നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചൊന്ന് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു COCl NO2 NH3 4 ടൈംസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ കോംപ്ലക്സിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ മെറ്റലിന്റെ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രൈമറി വാലൻസി ആയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു Cl മൈനസ് അയോൺ ഉണ്ടാവും. ഈ കോംപ്ലക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൈമറി വാലൻസി ആയിട്ട് ഒരു Cl മൈനസ് അയോൺ ഉണ്ടാവും. സോ Cl മൈനസ് അയോൺ ആണ് നമ്മൾ പ്രൈമറി വാലൻസി എന്ന് പറയുക. ഒബ്വിയസ്ലി അതിന് മൈനസ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് അയോൺ ആണ്. സെക്കൻഡറി വാലൻസി ഈ പറയുന്ന കോംപ്ലക്സിന്റെ കേസിൽ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഗാൻഡുകളെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക. സോ വി ഹാവ് പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന മെറ്റലിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലക്സിന്റെ കേസിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടെ Cl മൈനസ് അയോൺ ഉള്ളത് കൊണ്ട് ഈ മെറ്റൽ കോംപ്ലക്സിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടാവുക? ഒരു പോസിറ്റീവ് ചാർജ്, ഒരു യൂണി പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഫൈൻ. ആൻഡ് ഇവിടെ Cl ലിഗാൻഡ് ആയിട്ട്, അതായത് ക്ലോറിൻ ഇവിടെ ഒരു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, NO2 മൈനസ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, NH3 എന്ന് പറയുന്ന ന്യൂട്രൽ മോളിക്യൂൾ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മെറ്റൽ CO എന്ന് പറയുന്ന കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമുക്ക് അറിയില്ല എന്താണ് മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളത്, വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് വാട്ട്, നമ്മൾ X എന്ന് കൊടുക്കുന്നു. നമുക്കറിയില്ല, ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ് വൺ. ഇനി ക്ലോറൈഡ് അയോൺ നമുക്കറിയാം ഇതൊരു നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്ലോറൈഡ് അയോണിന്റെ ചാർജ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ചാർജ് ആയിരിക്കും ആർക്കുണ്ടാവുക? ക്ലോറൈഡ് അയോൺ ഉണ്ടാവുക. ഇനി NO2 മൈനസ് എന്ന് പറയുന്ന ലിഗാൻഡ് ആണ് ഇവിടെ അടുത്ത ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും NO2 മൈനസിന്റെ ചാർജ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇനി NH3 എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്, അല്ലെ? NH3 അമോണിയ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ ഇതിന്റെ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലെ? നമുക്ക് പറയാൻ പറ്റും ഈ മൊത്തം ചാർജ് ഉപയോഗിച്ചിട്ട് ഇവയുടെ ഓൾജിബ്രിക് സം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 Cl മൈനസ് അയോൺസും ഒരു Cl മൈനസ് അയോൺസും 2 NO3 മൈനസ് അയോൺസും ഉണ്ട്, അല്ലെ? അപ്പൊ മൊത്തം ഇവിടെയുള്ള നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് X എടുക്കുന്നു എന്നുണ്ടെങ്കിൽ X മൈനസ് ഇവിടെ -1 മൈനസ് NO2 മൈനസ്, അപ്പോൾ ഒരു ചാർജ്, അപ്പൊ മൊത്തം എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും. -1 -1 ദാറ്റ് ഈസ് -2 ചാർജ്.
ആൻഡ് ഈ മൊത്തം ഈ പറഞ്ഞതുപോലെ അമോണിയ എന്ന് പറയുന്ന ചാർജ് എത്രയാണ്? 0 ആണ്. സോ ടോട്ടൽ ഈ കോംപ്ലക്സിന്റെ ചാർജ് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും x ഈസ് ഈക്വൽ ടു എത്രയാണ്? +3 ആണെന്ന് പറയാം. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. ഇനി ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്ച്വലി നമുക്ക് തരുന്നത് ആരാണ്? ഈ പറഞ്ഞ Cl- അയോൺ ആണ്. കാരണം ഇവിടെയുള്ള അയോൺസിന്റെ എണ്ണം മാറിയാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോംപ്ലക്സിന്റെ അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് മാറും. സോ ഈ ടോട്ടൽ ചാർജ് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഇനി കോർഡിനേഷൻ നമ്പർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയും ഈ കോർഡിനേഷൻ നമ്പർ മീൻസ് മെറ്റലുമായിട്ട് ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ എത്ര ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. That is a number of ligands which is attached to a metal in the coordination entity. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. ഇവിടെ ഒരു Cl- ലിഗാൻഡ് ഉണ്ട്, ഒരു NO2- ഉണ്ട്, 4 NH3 ലിഗാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം കോർഡിനേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് എത്രയായിരിക്കും വരിക? That is 4 + 1 എന്നുള്ളതായിരിക്കില്ലേ? അല്ലെ? അതായത് ഇവിടെ ഒരു ക്ലോറിൻ അയോൺ, ഒരു NO2- അയോൺ, അതുപോലെ തന്നെ ഈ പറയുന്ന NH3 എത്രയുണ്ട്? 4 ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ 4 + 1 + 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 6 എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് വരിക? കോർഡിനേഷൻ നമ്പർ വരിക. അതായത് ഈ കൊബാൾട്ടിന് ചുറ്റുമുള്ള ലിഗാൻഡുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ നമുക്ക് പറഞ്ഞു തരിക ആരാണ്? ഈ കോർഡിനേഷൻ നമ്പറാണ്. സോ അതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക. ഇതാണ് വെർണർ പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ, അതായത് കോർഡിനേഷൻ കോംപ്ലക്സിനെ കുറിച്ച് വെർണർ പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ K4FeCN 6 times. ഇതിൽ എത്രയായിരിക്കും അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞു വെക്കുക? അപ്പൊ നമുക്കറിയാം Cn എന്ന് പറയുന്നത് -1 ആണ് അല്ലെ? 6 Cn- അയോൺസ് ഇവിടെയുണ്ട്. അപ്പോ മൊത്തം നമ്മൾ അയണിന്റെ ചാർജ് x എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 6 Cn- ലിഗാൻഡ് ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു -6 ആയിരിക്കും ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഈ പറയുന്ന കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ. ഇനി പുറത്ത് 4 പ്ലസ് ചാർജുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ മൊത്തം ചാർജ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 4- അല്ലെ വരിക? അപ്പോ ഈ പറഞ്ഞതുപോലെ x -6 is equal to എത്ര വരും? -4 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് +2 ആണ് എന്ന് പറയാം. ഇനി പ്രൈമറി വാലൻസീസ് മാറുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പ്രൈമറി വാലൻസി ചേഞ്ച് ചെയ്യുന്നു. ഐ ആം ജസ്റ്റ് ചേഞ്ച് ഇറ്റ് ആസ് വാട്ട്? നമ്മൾ 3 K+ അയോൺസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. K3FeCN 6 times എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണെങ്കിൽ ഇവിടെ ഒറ്റ വ്യത്യാസം പ്രൈമറി വാലൻസ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സോ പ്രൈമറി വാലൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 K+ അയോൺസ് ആണ്. അപ്പോൾ ഈ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് മൊത്തമായിട്ട് എത്രയുണ്ടാവും? 3- ചാർജ്. അപ്പോൾ അയണിന്റെ ചാർജ് നമ്മൾ x എടുക്കുകയാണെങ്കിൽ x -6 is equal to -3 എന്ന് വരും. അല്ലെങ്കിൽ x is equal to നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു +3 ആണെന്ന് പറയാം. അതായത് പ്രൈമറി വാലൻസ് ചേഞ്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി വാലൻസി എന്ത് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു വെച്ചത്? ഓക്സിഡേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു വെച്ചു. ഇതാണ് നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു വെക്കുന്ന തിയറി എന്ന് പറയുന്നത് ഈ വെർണർ തിയറിയാണ്. ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി. ആദ്യമായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ പറഞ്ഞു വെച്ച തിയറിയെ കുറിച്ച് പറഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ ഇനി പറഞ്ഞു വെക്കുക കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ പ്രധാനമായിട്ടും ചില ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടേമുകൾ നമ്മൾ സാധാരണ പറഞ്ഞു വെക്കാറുണ്ട്. ആ ടേമുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുക. ഇതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് വാട്ട് വി കോൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നുള്ളതാണ്. സോ എന്താണ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ മെറ്റൽ ആറ്റവും അതിനോട് ചുറ്റി നിൽക്കുന്ന ടോട്ടൽ ലിഗാൻഡുകളും കൂടി ചേരുന്ന ഒരു കോമ്പിനേഷൻ. നമ്മളിപ്പോ നേരത്തെ എഴുതിയപ്പോ ദാറ്റ് ഈസ് FeCN 6 times 4- എന്ന് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടില്ലേ? സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു വെക്കുക. സോ ദിസ് ഇസ് എ കോർഡിനേഷൻ. A coordination constitutes the central metal atom
or the ion bounded to the fixed number of ions or molecules. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു വെക്കുക. വിച്ച് മീൻസ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു വെക്കുക, ഓർ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞു വെക്കുക. ഇനി മറ്റൊരു കാര്യമാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ സെൻട്രൽ ആറ്റം ഓർ അയോൺ എന്നുള്ളത്. നമുക്കറിയാം, അതായത് ഈ ലിഗാൻഡുകൾ ഏത് മെറ്റലുമായിട്ടാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആൻഡ് ആ മെറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വി കോൾ ഇറ്റ് ആസ് സെൻട്രൽ ആറ്റം ഓർ അയോൺ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോർഡിനേഷൻ നമ്പർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കോർഡിനേഷൻ നമ്പർ എന്താണെന്നുള്ളത്. എന്തായിരുന്നു കോർഡിനേഷൻ നമ്പർ? അതായത് ഒരു മെറ്റലിലേക്ക് എത്ര മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മെറ്റലിലേക്ക് എത്ര ഡോണർ ആറ്റംസ് ആണ് വന്ന് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യുക, ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ? സോ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ടു ദ മെറ്റൽ ആറ്റം there are some complexes can be formed and the number of ligand donor atoms to which it is directly connected is known as what? കോർഡിനേഷൻ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. അപ്പൊ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്ന 3 കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുക? ദാറ്റ് ഈസ് അബൌട്ട് ലിഗാൻഡ് എന്നൊരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഓക്കെ,